Hey all, welcome to PHARMACIST exam. Advanced Pharmaceutical Organic Chemistry class എന്ന് എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ 50 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 50 എണ്ണമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആഡംസ് കാറ്റലിസ്റ്റ് ആണ്. പ്ലാറ്റിനം ഓക്സൈഡ് ആണ് ആഡംസ് കാറ്റലിസ്റ്റ്. ഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. അത് വന്ന് നടക്കുന്നത് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ നമുക്ക് പറയാം കാറ്റലറ്റിക് ഹൈഡ്രോജനേഷൻ എന്ന് പറയാം. ഈ ഹൈഡ്രോജനേഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് അതിലൊരു റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ മെറ്റലിൻ്റെ സർഫസിൽ വെച്ചിട്ടാണ് ഈ കാറ്റലറ്റിക് ഹൈഡ്രോജനേഷൻ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഹൈഡ്രജൻ ആറ്റം ആ മെറ്റൽ സർഫസിൽ പോയി അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സൈക്ലോഹെക്സീൻ ഉണ്ട്, അത് സൈക്ലോഹെക്സൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി മെറ്റൽ ഹൈഡ്രൈഡ് റിഡക്ഷനിൽ യൂസ് ചെയ്യുന്ന രണ്ട് റിയേജൻ്റ് ആണ് NaBH4ഉം LiAlH4ഉം. NaBH4 എന്ന് പറയുന്നത് സോഡിയം ബോറോഹൈഡ്രേറ്റും LiAlH4 എന്ന് പറയുന്നത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ്. ഇപ്പോൾ ഈ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് നല്ലൊരു പവർഫുൾ റിഡക്റ്റൻ്റ് തന്നെയാണ്. അതുപോലെ തന്നെ അതിൽ മെറ്റൽ എന്ന് പറയുന്നത് ലിഥിയം ആയിരിക്കും. NaBH4ലാവുമ്പോൾ മെറ്റൽ പറയുന്നത് സോഡിയം ആയിരിക്കും. ഇനി മെർവിൻ പൊണ്ടോർ വെർലി റിഡക്ഷൻ നോക്കാം. അവിടെ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് എന്ന് പറയുന്നത് അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ആൽക്കഹോൾസിനായിട്ട് കൺവേർട്ട് ചെയ്യണം, അതായത് ആൽഡിഹൈഡ്സിലെ കീറ്റോൺ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ റിഡക്ഷൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്തായാലും ഓക്സിഡേഷൻ ആണ്. അപ്പം മെർവിൻ പൊണ്ടോർഫ് റിഡക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്മളൊരു പേര് പറയും ഓപ്പൺ എയർ ഓക്സിഡേഷൻ. ഓപ്പൺ എയർ ഓക്സിഡേഷൻ എന്നാണ് പറയുന്നത്. സോ അവിടെ ഓപ്പൺ എയർ ഓക്സിഡേഷനിൽ ആൽക്കഹോളിനെ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും. മെർവിൻ പൊണ്ടോർഫിലാണെങ്കിൽ ആൽഡിഹൈഡ് കീറ്റോണിൽ കറസ്പോണ്ടിങ് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ബെർച്ച് റിഡക്ഷൻ എന്ന് പറയുന്നത് അരോമാറ്റിക് കോമ്പൗണ്ട്സിലാണ് നടക്കുക. അതിൽ 1,4 പൊസിഷനിൽ ബെൻസീൻ റിങ്ങിൽ വന്നിട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയിരിക്കും. അതായത് മെറ്റൽ ഉണ്ടല്ലോ, ആ മെറ്റലിലെ ഒരു ഇലക്ട്രോൺ ആണ് അരോമാറ്റിക് റിങ്ങായ ബെൻസീനിലേക്ക് പോകുന്നത്. ഇനി ബെർച്ച് റിഡക്ഷന് യൂസ് ചെയ്യുന്ന മെറ്റൽ ലിഥിയം അല്ലെങ്കിൽ സോഡിയം ആയിരിക്കും. അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ മാത്രമേ ബെർച്ച് റിഡക്ഷൻ നടക്കുകയുള്ളൂ. മെറ്റൽ ഹൈഡ്രൈഡ് റിഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ആയിരിക്കും. മെർവിൻ പൊണ്ടോർഫ് റിഡക്ഷൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ കഴിയുമ്പോൾ അതിലൊരു ബൈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്, അത് അസറ്റോൺ ആയിരിക്കും. ക്ലെമൻസൺ റിഡക്ഷന് യൂസ് ചെയ്യുന്നത് സിങ്ക് മെർക്കൂറി അമാൽഗം അല്ലെങ്കിൽ അമാൽഗമേറ്റഡ് സിങ്ക് ആയിരിക്കും. മെറ്റൽ എന്ന് പറയുന്നത് സിങ്ക് തന്നെ ആണ്. അതായത് കാർബണൈൽ ഗ്രൂപ്പിനെ മെത്തിലിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന C ബോണ്ടോനെ CH2 ആക്കി കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനാണ് ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഹൈഡ്രജൻ്റെ ഫോർമുല NH2 സിംഗിൾ ബോണ്ട് NH2 ആണ് ഹൈഡ്രസീൻ എന്ന് പറയുന്നത്. ഇനി അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് എവിടെ യൂസ് ചെയ്തേ? മെർവിൻ പൊണ്ടോർ വെർലി റിഡക്ഷനിൽ. സോ അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞു തരാം. അപ്പം അലുമിനിയം 3+ എന്ന് പറയും. അപ്പോൾ Al O ഓക്സിജൻ O അല്ലേ? ഓക്സിജൻ വന്നു, പിന്നെ CH എഴുതാം, CH എഴുതാം, CH എന്ന് എഴുതി. ഇനി അതിലേക്ക് ഒരു രണ്ട് മീത്തൈൽ ഗ്രൂപ്പ് CH3 twice, CH3 twice, CH3 twice. ഓക്കെ, ഇവിടെ അതാണ് Me2CHO ത്രൈസ് Al അല്ലേ? ഈ Me2 നമുക്ക് CH3 twice എന്ന് പറയാം, CHO CHO. അപ്പോൾ ഈ ഗ്രൂപ്പ് എത്ര എണ്ണം ഉണ്ട് അലുമിനിയത്തിൽ? 3 എണ്ണം ഉണ്ട്. ഇതാണ് അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് എന്ന് പറയുന്നത്. ബെർച്ച് റിഡക്ഷനിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റിൻ്റെ പേരെന്താ? 1,4 സൈക്ലോഹെക്സാഡൈൻ ഇഫ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ബെൻസീൻ ആണെങ്കിൽ. ഇനി വോൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അതിൽ നമുക്ക് കീറ്റോൺ ആണ് റിയാക്ട് ചെയ്യുന്നത്. കീറ്റോൺ എഴുതി C ബോണ്ടോ കീറ്റോൺ ആര് ഹൈഡ്രജനുമായിട്ടല്ല റിയാക്ട് ചെയ്യുന്നത്, NH2 സിംഗിൾ ബോണ്ട് NH2. അപ്പോൾ വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? C ബോണ്ട് N പിന്നെ NH2 ദെൻ R. സോ ഇതാണ് ഹൈഡ്രസോൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതാണ് DMSO എന്ന് പറയുന്നത് ഡൈമീഥൈൽ സൾഫോക്സൈഡ് ആണ്. ഒരു കാറ്റലറ്റിക് ഹൈഡ്രോജനേഷനിൽ എന്ത് ചെയ്യും? ആൽക്കീന് ഹൈഡ്രജൻ ടേക്കൺ അപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആക്കിയിട്ട് മാറിയിട്ടുണ്ടാവും.
ഇനി കാറ്റലറ്റിക് ഹൈഡ്രോജനേഷന് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റാണ് നിക്കൽ, പ്ലാറ്റിനം, പെലേഡിയം എന്ന് പറയുന്നത്. ഇനി റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞ ടേം നോക്കാം. റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിലെ 2 ആറ്റത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യുക, അതിനെ പറയും റീഅറേഞ്ച്മെൻറ്റ്. ഒരു റീഅറേഞ്ച്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ്. ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റിൽ എന്താ സംഭവിച്ചത്, ഓക്സൈം ഉണ്ട്, ഓക്സൈം അമൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇതാണ് റിയാക്ഷൻ നോക്കാം. ഇതാണ് ഓക്സൈം, C+N OH, അതാണ് ഓക്സൈം. ഈ ഓക്സൈമിന് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നുണ്ട്. സോ ഇതിൽ വാട്ടറൊക്കെ പോകട്ടോ, ഇതിൻ ബിറ്റ്വീൻ ഒരു വാട്ടർ ആയിട്ട് റിലീസ് ചെയ്ത് പോയിട്ട് ഈ 6 ഗ്രൂപ്പ് പോയിട്ട് നേരെ നൈട്രജനിൽ പോയി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. പിന്നെ എഗെയിൻ ഒരു അഡീഷണൽ വാട്ടർ മോളിക്യൂൾ H2O ആഡ് ചെയ്തപ്പെട്ടിട്ട് അങ്ങനെയൊക്കെയാണ് റിയാക്ഷൻ ഫർദർ പോകുന്നത്. ഇത്രയും ഓർത്ത് വയ്ക്കുക. ഓക്സൈമിനെ അമൈഡ് ആക്കുന്ന റിയാക്ഷനാണ് ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡിൻ ഈത്തർ ആയിരിക്കും. ബെക്ക്മാൻ്റെ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഏൺസ്റ്റ് ഓട്ടോ ബെക്ക്മാൻ എന്ന് പറയും. ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോട്ടോണേഷൻ ആയിരിക്കും. അപ്പോൾ ബെക്ക്മാൻ റിയേജൻറ്റിനെ നമുക്ക് 1-2 ഷിഫ്റ്റിന് അല്ലെങ്കിൽ 1-2 റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഈ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ വിതിനെ മോളിക്യൂൾ ആയതുകൊണ്ട് നമുക്ക് ഇൻട്രാ മോളിക്കുലാർ റീഅറേഞ്ച്മെൻറ്റ് എന്നാണ് പറയുക, ഇൻട്രാ മോളിക്കുലാർ റീഅറേഞ്ച്മെൻറ്റ്. ഇനി ആൾഡോൾ കണ്ടൻസേഷൻ എന്താണെന്ന് നോക്കാം. ഈ ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ഈനോൾ അല്ലെങ്കിൽ ഈനോലൈറ്റൈൻ, ഈൻഓൾ അല്ലെങ്കിൽ ഈനോലൈറ്റൈൻ ആണ് റിയാക്ഷനിൽ നടക്കുന്നത്. ഒരു കാർബണൈൽ ഗ്രൂപ്പുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ബീറ്റോ ഹൈഡ്രോക്സി കീറ്റോൺ, സിമ്പിൾ ടേംസ് പറയുകയാണെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ഉള്ള 2 ആൽഡിഹൈഡ് അല്ലെങ്കിൽ 2 കീറ്റോൺസ് എടുത്തു കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്സി കീറ്റോൺസ് ആണ് ഫോം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഡീഹൈഡ്രേഷൻ നടക്കും. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് വാട്ടർ റിഡ്യൂസ് ചെയ്ത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈൻ ഓൺ കിട്ടും. ഈനോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട്, ON എന്ന് പറഞ്ഞാൽ കീറ്റോൺ, ഡബിൾ ബോണ്ടും കീറ്റോണും ഉള്ളൊരു ഗ്രൂപ്പ് ഉള്ളൊരു കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ആൾഡോൾ കണ്ടൻസേഷൻ നടക്കുക ഒന്നിലെ ആസിഡ് അല്ലെങ്കിൽ ബേസിൻ്റെ പ്രസൻസിലായിരിക്കും. നമുക്ക് ആൾഡോൾ കണ്ടൻസേഷനെ പറയാം സെൽഫ് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തതാണ് പ്രൊഡക്റ്റ്. ആൾഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കോൺജുഗേറ്റഡ് ഈനോൺ ആയിരിക്കും, കോൺജുഗേറ്റഡ് ഈൻ ഓൺ ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. അടുത്ത എക്സാമ്പിൾ റിയാക്ഷൻ കണ്ടൻസേഷൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണും ഒരു അരോമാറ്റിക് കാർബണൈൽ കോമ്പൗണ്ട് കൂടെ റിയാക്ട് ചെയ്യുകയാണ്. ആ അരോമാറ്റിക് കാർബണൈൽ കോമ്പൗണ്ടിൽ എന്തുണ്ടാകാൻ പാടില്ല, ആൽഫ ഹൈഡ്രജൻ ഉണ്ടാകാൻ പാടില്ല. അതിനൊരു എക്സാമ്പിളാണ് ബെൻസാൽഡിഹൈഡ്. അപ്പോൾ ഈ ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണും പിന്നെ അടുത്ത ഫർദർ കാർബണൈൽ ഗ്രൂപ്പ്, അരോമാറ്റിക് കാർബണൈൽ ഗ്രൂപ്പ് കൂടെ റിയാക്ട് ചെയ്യുന്നതിനെ പറയും നമ്മൾ ക്ലേഷ്യൻ ഷ്മിത്ത് കണ്ടൻസേഷൻ. ക്ലേഷ്യൻ ഷ്മിത്ത് കണ്ടൻസേഷൻ. ഈ ക്ലേഷ്യൻ ഷ്മിത്ത് കണ്ടൻസേഷന് വേറൊരു പേരിൽ പറയും ക്രോസ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ. ക്രോസ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ എന്നാണ് പറയുക. ഈ റിയാക്ഷൻ്റെ പേര് എന്ന് പറയുന്നത് റെയ്നർ ലുഡ്വിഗും ക്ലേഷ്യൻ ആൻഡ് JJ സ്മിത്തും കൂടെ ഉള്ളതുകൊണ്ടാണ് ക്ലേഷ്യൻ ഷ്മിത്ത് കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാനിസാരോ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. സൈമൾട്ടേനിയസ് ആയിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും ആൽഡിഹൈഡ്സ് നടന്നിട്ട്, സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നിട്ട് ആൽസിഡ് അല്ലെങ്കിൽ ആൽക്കഹോൾ 2 പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇത് ഫോം ചെയ്യുന്നതിനെ പറയും കാനിസാരോ റിയാക്ഷൻ. കാനിസാരോ റിയാക്ഷൻ ഒരു ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആയിരിക്കും. ഇനി കാനിസാരോ റിയാക്ഷൻ എപ്പോഴും ഒരു ബേസിൻ്റെ പ്രസൻസിലാണ് നടക്കുക. കാനിസാരോ റിയാക്ഷൻ മെയിൻലി റെഡ്യൂസിങ് ആൽഡിഹൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് മെർവിൻ പൊണ്ടോർഫ് വിർലി റിഡക്ഷൻ പറഞ്ഞു, റിവേഴ്സ് ഓഫ് ഓക്സിഡേഷൻ, ഓപ്പൺ എയർ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മെർവിൻ പൊണ്ടോർഫ് റിയാക്ഷനിൽ അലുമിനിയം കാറ്റലൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടക്കും. ഹൈഡ്രൈഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ H- ആണ്. നമ്മൾ പ്രോട്ടോണും പറഞ്ഞാൽ H+, H- എന്ന് പറഞ്ഞാൽ ഹൈഡ്രൈഡ്. ആൽഫ കാർബൺ ആറ്റത്തു നിന്നാണ്, ആൽക്കഹോളിൻ്റെ ആൽഫ കാർബൺ ആറ്റത്തു നിന്നാണ് ഈ ഒരു ഷിഫ്റ്റ് നടക്കുന്നത്. ആ സമയത്ത്
ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ഫർദർ റിയാക്ഷൻസിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പാണ് ഒരു അരോമാറ്റിക് സെക്സ്റ്ററ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. 50 ക്വസ്റ്റ്യൻ ബാക്കിയുള്ളത്. കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മെയിൽ സെൻഡ് ചെയ്യുക. താങ്ക് യു.